താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്ക് 2025 മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ. ആർഭാട ജീവിതം, പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം 1200 കുംഭം അവസാന പകുതി, മീനം പൂർണ്ണം, മേടം ആദ്യ പകുതി ചേർന്ന 2025 മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ. കുംഭത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ആർഭാടമായി തന്നെ ജീവിക്കാൻ സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്താനിടവരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും. മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ വിജയം നേടും. മീനമാസത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും. ദമ്പതികളുടെ ഏകാഭിപ്രായത്തോടു കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും. വിദഗ്ധ നിർദ്ദേശത്താൽ ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. ആജ്ഞാനവർത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോടു കൂടിയതായതിനാൽ സ്വീകരിക്കും. മേടമാസത്തിൽ വൃത്തിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഉദ്യോഗത്തിനു പുറമെ ലാഭ ശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. സുതാർഹ്യമായ സേവനം അവതരിപ്പിക്കുവാൻ സാധിക്കും. ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കും. തിരുവോണം നക്ഷത്ര ജാതർക്ക് കുംഭമാസത്തിൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായ അവസ്ഥയുണ്ടാകും. പരിസരവാസികളുടെ നിരന്തരമുള്ള ഉപദ്രവത്താൽ മാറി താമസിക്കുവാൻ തീരുമാനമെടുക്കും. മക്കൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ കൗൺസിലർമാരുടെ സഹായം തേടും. വിദഗ്ധ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യത്തിന് യോഗമുണ്ടാകും. മീനമാസത്തിൽ ചില മുൻ തെറ്റുകൾ തിരുത്തുവാൻ അവസരം വന്നു ചേരും. ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തിയാക്കി പുതിയത് ഏറ്റെടുക്കും. മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വലിയ വാഹനം വാങ്ങുവാൻ അവസരം വന്നു ചേരും. മേടമാസത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമാകും. ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും. പല വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. പുണ്യ തീർത്ത ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും. ഇഷ്ട ദേവീദേവ സങ്കേതത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.